ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ് ആണ്. അപ്പൊ എന്റെ കുട്ടികളൊക്കെ ചെറിയൊരു ടെൻഷനിലായിരിക്കും അല്ലെ. ഒരു വർഷം മുഴുവൻ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇതാ നാളെ നിങ്ങൾ എക്സാം പേപ്പറിൽ എഴുതാൻ വേണ്ടി പോവാണ് അല്ലെ. കുറച്ച് ടെൻഷനൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ മക്കളെ, നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. ഇതുവരെയുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാമും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ലെ, കുറച്ചുകൂടി ഒന്ന് നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. ഇപ്പൊ അതാ എന്റെ പുറകിൽ അല്ലെ, നിങ്ങൾ ഒരു സ്ക്രീനിൽ ഒരുപാട് കൊളാഷ് പോലെ കുറേ വാർത്തകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. എന്തിനെ കുറിച്ചുള്ള ന്യൂസസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്? യെസ്, കാസർഗോഡ് കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ പെൺകുട്ടി മരിച്ചു, 16-കാരി ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മരിച്ചു അല്ലെ, ലൈഫ് ടേം ഫോർ ഫുഡ് അഡൾട്രേഷൻ സൂൺ എന്നിങ്ങനെ ഒരുപാട് വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു വാർത്ത കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, സേഫ്റ്റി ഇൻ ഫുഡ് 2 എന്നുള്ള ചാപ്റ്ററിലെ ഏതോ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് അല്ലെ. യെസ്, നിങ്ങളുടെ ഗസ് ശരിയാണ്. ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലെ. യെസ്, റെഡി? അപ്പൊ മക്കളെ, നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ ഒരു ചാപ്റ്ററിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് 2 പാർട്ടായിട്ട് വെക്കാം അല്ലെ. അതായത് 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവും. ഒന്നാമത്തത് എന്ന് പറയുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. എന്താ ഈ ജനറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? അതായത് ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററുകൾ എഴുതാൻ വേണ്ടിയിട്ട്, നോട്ടീസ് എഴുതാൻ വേണ്ടിയിട്ട്, പ്ലക്കാർഡ്സ് എഴുതാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് എഴുതുകയും ചെയ്യാം അല്ലെ. ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് നാട്ടുകാരെയൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ജനറൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലെ. നോട്ടീസ് എഴുതാനും പോസ്റ്റർ എഴുതാനും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. ഇനി ഇതിൽ രണ്ടാമത് വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അതായത് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കുന്നില്ലേ, അതിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അതായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഒരു ടഫ് ആയിട്ട് ഫീൽ ചെയ്യുക അല്ലെ. മറ്റേ പോസ്റ്ററൊക്കെ എഴുതാൻ നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് എഴുതും. അപ്പൊ ഇങ്ങനത്തെ കണ്ടന്റിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഇനി ഫീൽ ചെയ്യാൻ വേണ്ടി പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് ഏറ്റവും ആദ്യം പഠിക്കാനുള്ളത്? പ്രിസർവേറ്റീവിനെ കുറിച്ചാണ്. അപ്പൊ ഈ പാഠം തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്തായിരുന്നു പ്രിസർവേറ്റീവ് എന്ന് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല അല്ലെ. പക്ഷെ ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എന്താണ് പ്രിസർവേറ്റീവ് എന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്താണ് പ്രിസർവേറ്റീവ് അല്ലെ? ഭക്ഷണം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഭക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ ആ പദാർത്ഥത്തിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കുന്ന അല്ലെ ആളുകളെയാണ് നമ്മൾ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഉപ്പ് അല്ലെ, ഉപ്പിട്ട മാങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. വലിയൊരു ഭരണിയിൽ നമ്മൾ ഉപ്പ് കലക്കിയിട്ട് അല്ലെ അതിനകത്തേക്ക് മാങ്ങ ഇട്ട് വെക്കും. മാങ്ങ മാത്രമല്ല അല്ലെ, കൊണ്ടാട്ടുണ്ടാക്കുന്ന മുളക് ഇട്ട് വെക്കാറുണ്ട്. ഇപ്പൊ ചിലപ്പോൾ ആളുകൾ അല്ലെ പൈനാപ്പിൾ ഇട്ട് വെക്കാറുണ്ട് അല്ലെ. അങ്ങനെ പലതും നിങ്ങൾ ഇട്ട് വെക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഉപ്പിലുള്ള മാങ്ങ എന്ന് പറയുന്ന സമയത്ത് ഈ ഉപ്പ് എന്താണ്? പ്രിസർവേറ്റീവ് ആണ് അല്ലേ. കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട്, മാങ്ങ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ആളാരാണ്? ഈ ഉപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പൊ നിങ്ങൾ നോക്കിക്കേ, ചെറീസ് അല്ലെ, നല്ല ഭംഗിയുള്ള ചെറീസ് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പഞ്ചസാര ലൈനിൽ ഇട്ട് വെക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടുത്തെ പഞ്ചസാര ആരാണ്? അതൊരു പ്രിസർവേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഭക്ഷണം കേടുകൂടാതിരിക്കാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആളെയാണ് നമ്മൾ പ്രിസർവേറ്റീവ് എന്ന് പറയും. അപ്പൊ ഓരോന്നിലെയും പ്രിസർവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതത്തില്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി നമുക്കിതിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അപ്പൊ ടീച്ചർ എന്താ നിങ്ങൾക്ക് കാണിച്ചു തന്നത്? നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പാൽ ഉൽപ്പന്നങ്ങളും കാണാം അല്ലെ. നമ്മുടെ ബട്ടർ, ചീസ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ടീച്ചർ എന്താ ഉദ്ദേശിച്ചതെന്ന് അല്ലെ. യെസ്, പാല് എന്ന് പറയുന്നത് അല്ലെ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ്, ഒരു സമീകൃത ആഹാരമാണ്. നമ്മൾ മലയാളികളൊക്കെ ആണെങ്കിൽ തന്നെ അല്ലെ രാവിലെ തന്നെ പാലൊക്കെ ഇട്ട് ഒരു ചായ കുടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫ് അല്ലെ നമ്മുടെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പാൽ ഇഷ്ടമില്ലാത്ത ആളുകളും ഉണ്ട്, എന്നാലും അല്ലെ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ പാല് വലിയ ഇഷ്ടമുള്ളതാണ്.
പക്ഷെ ഈ പാലിന്റെ ഒരു പ്രത്യേകത എന്താ? പാല് പെട്ടെന്ന് കേടായി പോകും അല്ലെ? നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, ഒരു ദിവസം രാവിലെ പാല് വാങ്ങിച്ചു വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല എങ്കിൽ അല്ലെ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പാൽ എന്ത് ചെയ്യും? കേട് വന്നു പോകും. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ആളുകൾ വിവിധ ഹോട്ടലുകളിലേക്ക്, വിവിധ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനികളിലേക്ക് ഒക്കെ പാല് കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് കേടായി കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ പ്രോഫിറ്റബിൾ ആവും അല്ലെ? ഇതൊക്കെ എങ്ങനെ ലാഭമാവും? ഈ പാലൊക്കെ പെട്ടെന്ന് കേടായി കഴിഞ്ഞാൽ അല്ലെ, എല്ലാ കമ്പനികളും അല്ലെ, ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ കമ്പനികളും കുത്തുവാളെടുത്ത് പോകത്തില്ലേ അല്ലെ? അവർക്കൊക്കെ നഷ്ടം സംഭവിക്കത്തില്ലേ? യെസ്. അപ്പോ പാല് കേടുകൂടാതെ സൂക്ഷിക്കുക കുറച്ചു കാലത്തേക്ക് അല്ലെ, ഇതെന്താണ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ് അല്ലെ. അങ്ങനെ പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്ന ടെക്നിക് ഏതാണ് എന്നുള്ളത് നിരവധി പ്രാവശ്യം എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ എന്താണ് അതിന്റെ ഉത്തരം? യെസ്, എന്താണ്? പാസ്ചറൈസേഷൻ അല്ലെ. പാസ്ചറൈസേഷൻ ആണ് ആ ഒരു ടെക്നിക്ക്. പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണിന്ന്. അതായത് 15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പാലിന് ഒരു 70 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ചൂടാക്കിയാൽ മാത്രം പോരാ, പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തണുപ്പിക്കുകയും കൂടെ ചെയ്യണം അല്ലെ. അങ്ങനെ പെട്ടെന്ന് ചൂടാക്കി തണുപ്പിക്കുമ്പോൾ അതിനുള്ളിലെ, അതായത് പാലിനുള്ളിലെ ബാക്ടീരിയക്കൊക്കെ എന്ത് ചെയ്യും? നശിച്ചു പോവും അല്ലെ. അപ്പൊ പാൽ എന്ത് ചെയ്യും? കുറച്ചു കാലം കൂടെ കേടുകൂടാതെ സൂക്ഷിക്കും. അപ്പൊ ആരാണ് ഈ ഒരു മെത്തേഡ് ഉണ്ടാക്കിയത് അല്ലെ, ഈ ഒരു പാസ്ചറൈസേഷൻ എന്ന ടെക്നിക്കിന് രൂപം കൊടുത്തത് എന്നുള്ളത് നിരവധി തവണ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ മക്കള് മറക്കരുത്, മഹാനായിട്ടുള്ള സയന്റിസ്റ്റ് അല്ലെ ലൂയി പാസ്ചർ ആണ് ഇതിന് പിന്നിലുള്ളത്. നമ്മുടെ പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ച അതേ ലൂയി പാസ്ചർ തന്നെയാണ് ഇതും അല്ലെ. യെസ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണ്ട, മറന്നു പോവണ്ട. ക്ലിയർ? സോ ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഓൺ ദിസ് ചാപ്റ്റർ എന്താണ്? ഫുഡ് അഡൾട്രേഷൻ അല്ലെ. അതായത് മായം ചേർക്കൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ വസ്തുക്കളിലും ഇന്ന് എന്താണ്? മായാണ്. നമ്മൾ പലതും കഴിക്കുമ്പോൾ അല്ലെ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് അല്ലെ ഇപ്പൊ. സോ എന്താണ് ഈ ഫുഡ് അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ? അഡൾട്രേഷൻ ഈസ് ആഡിങ് ടു ഫുഡ് ഐറ്റംസ് ചീപ്പ് ആൻഡ് ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് ദാറ്റ് റിസംബിൾസ് ഫുഡ് സബ്സ്റ്റൻസ്. അതായത് ഭക്ഷ്യവസ്തുവിനോട് സാദൃശ്യമുള്ളതുമായിട്ടുള്ള അല്ലെ, തീരെ ക്വാളിറ്റി ഇല്ലാത്ത, നിലവാരം ഇല്ലാത്ത മറ്റു വസ്തുക്കൾ നമ്മൾ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മായം ചേർക്കൽ എന്ന് പറയുന്നത്. ഇപ്പൊ മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കുക അല്ലെ, അതാ നോക്കിക്ക, കാപ്പിപ്പൊടിയിൽ പുളിങ്കുരുവിന്റെ തോട് പൊടിച്ചു ചേർക്കുന്ന അല്ലെ, ഇതൊക്കെ എന്താണ്? അഡൾട്രേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ അഡൾട്രേഷൻ ലീഡ് ടു സെവറൽ ഹെൽത്ത് പ്രോബ്ലംസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഹെൽത്ത് ഡിസീസസ് ഒക്കെ എന്ത് ചെയ്യും? ഈ അഡൾട്രേഷൻ കാരണം ഉണ്ടാവുന്നുണ്ട്. സോ അഡൾട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സോഷ്യൽ ഈവിൾ അല്ലെ. അതാണ് സമൂഹത്തിലെ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡൾട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ടെസ്റ്റുകളില്ലേ, നമുക്ക് പാലിൽ അഡൾട്രേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം? ലാക്ടോമീറ്റർ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ പാലിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാം, മിൽക്ക് ക്വാളിറ്റി കൺസിഡർ ചെയ്യാൻ നോക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ലാക്ടോമീറ്റർ ആണ് യൂസ് ചെയ്യാറ്. ഇനി ഇതേപോലെ തന്നെ അല്ലെ, മിൽക്കിനകത്ത് സ്റ്റാർച്ച്, അന്നജമുണ്ടോ അല്ലെ. യെസ്, അന്നജമുണ്ടോ, അതായത് ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനം പാലിൽ കലർത്തിയിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ സ്റ്റാർച്ച് ടെസ്റ്റ് അല്ലെ, സ്റ്റാർച്ച് ടെസ്റ്റ് അതായത് അയഡിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് സ്റ്റാർച്ച് ഉണ്ടോ എന്നറിയാൻ നമ്മൾ ആരെ ചേർത്ത് നോക്കാറുണ്ട്? അയഡിൻ ചേർത്ത് നോക്കാറുണ്ട് അല്ലെ. ഇനി അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അയഡിൻ ചേർക്കുമ്പോൾ എന്താവും? ബ്ലൂ കളർ അല്ലെ, നീല നിറമായിട്ട് മാറും. അതായത് പാലിൽ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ അരിമാവൊക്കെ ചേർക്കാറുണ്ട് ചില ആളുകൾ. അങ്ങനെ അരിമാവ് ചേർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയഡിൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ പാൽ ഏകദേശം നീല കളറായിട്ട് അല്ലെ, ഉജാല പോയിട്ടായിട്ട് അങ്ങോട്ട് മാറും. അപ്പൊ അതാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അഡൾട്രേഷൻ ചേർക്കാൻ വേണ്ടിയിട്ട് കുറെ യൂസ് ചെയ്യുന്ന ഫുഡ് കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അത്രയൊക്കെയാണ് അല്ലെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ ഇത് പഠിക്കുന്നതിന് മുന്നേ അല്ലെ ക്വാളിറ്റി ഓഫ് ഫുഡ് സബ്സ്റ്റൻസ് എന്നുള്ള ഏരിയയിൽ നമ്മുടെ പരിശോധിച്ച്, അതായത് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ പരിശോധിച്ച് അതിനൊരു നല്ല കൃത്യമായിട്ടുള്ള മുദ്ര നൽകുന്ന ഒരു ഏജൻസി ഉണ്ട് അല്ലെ. അതായത് FSSAI എന്ന് പറയുന്ന ഒരു ഏജൻസി അവരെന്ത് ചെയ്യും? ദേ അഷ്വർ ദ ഫുഡ് ക്വാളിറ്റി ബൈ
ടെസ്റ്റിംഗ് ദ സബ്സ്റ്റൻസ് ആൻഡ് പുട്ട് എന്താണ് അതിനവരൊരു എംപ്ലം പതിപ്പിക്കും അല്ലെ. ആ മുദ്രയ്ക്ക് പറയുന്ന പേരാണ് അഗ്മാർക്ക് അല്ലെ. അഗ്മാർക്ക് എന്ന് പറയുന്ന ഒരു മുദ്ര അവര് പതിപ്പിക്കുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അല്ലെ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സുഖമായിട്ട് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മക്കളെ. ടാറ്റാ ബൈ, സീ യു.